ഹലോ ഫ്രണ്ട്സ്, MS എക്സലിന്റെ 18ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് VBA കോഡ് യൂസ് ചെയ്തിട്ട് കോമൺലി നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കമാൻഡ് ബട്ടൺ യൂസ് ചെയ്യണം. കമാൻഡ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോവുക. ഓക്കെ, ഞാനിത് ഓൾറെഡി കമാൻഡ് ബട്ടൺ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മാക്രോ യൂസ് ചെയ്തിട്ട് എങ്ങനെ അടുത്ത പേജിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ സിംപ്ലി ചെറിയ കോഡ് യൂസ് ചെയ്തിട്ട്, അതായത് VBAന്റെ കോഡ് യൂസ് ചെയ്തിട്ട് കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എങ്ങനെ അടുത്ത പേജിലേക്ക് പോകുമെന്ന് നമുക്ക് നോക്കാം. അതിന് പുറമെ പിന്നെ ഓട്ടോമാറ്റിക്കലി ഗോ ടു മെയിൻ മെനു. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം വർക്ക് ബുക്ക് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെയിൻ മെനുവിൽ പോകണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പേജ് 2ലാണ് സേവ് ചെയ്തിട്ടുള്ളത്. പേജ് 2 ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് പേജ് 2 സേവ് ചെയ്തതായിരിക്കും. പക്ഷേ എനിക്കിത് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് എനിക്ക് മെയിൻ മെനുവിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മെയിൻ മെനുവിലേക്ക് വരണം. നമ്മൾ സേവ് ചെയ്യുമ്പോൾ വീണ്ടും മെനുവിലേക്ക് പോയിട്ട് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ മെനുവിലേക്ക് പോകണം. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫയൽ ഓട്ടോമാറ്റിക്കലി സേവ് ആവും. നമ്മളിപ്പം നമ്മൾ കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇവിടെ ബട്ടൺ അമർത്തിയിട്ട് സേവ് ചെയ്യുമോ, അങ്ങനെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് VBA കോഡ് യൂസ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി എക്സൽ ഷീറ്റ് സേവ് ചെയ്യണം. നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തു, പക്ഷേ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അടുത്ത പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരണം. നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡിഫിക്കൽട്ടി എടുക്കാൻ പാടില്ല. ഓട്ടോമാറ്റിക്കലി സേവ് ആണ്. നമ്മൾ എന്തൊരു ചെയ്യുന്നോ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആണ്. ആ ഒരു രീതിയിൽ, അതായത് സേവ് ബട്ടൺ യൂസ് ചെയ്യുന്നുണ്ടാകുന്ന ആവശ്യം ഓരോ പ്രാവശ്യത്തിൽ ക്ലോസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആണ്. അപ്പോൾ അതിനുള്ളൊരു കോഡ്. ഈ 3 കാര്യങ്ങളായിട്ട് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കമാൻഡ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകലാണ്. അപ്പം ഈ ഒരു കമാൻഡ് ബട്ടൺ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഡെവലപ്പർ ടാബിലേക്ക് പോകുന്നു. അതിനുശേഷം ഡിസൈൻ മോഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡിസൈൻ മോഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഡിസൈൻ മോഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് പോയിട്ട് 2 ടൈപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫോം കൺട്രോൾസും ഒന്ന് ആക്റ്റീവ് എക്സ് കൺട്രോൾസും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആക്റ്റീവ് എക്സ് കൺട്രോളിലെ കമാൻഡ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫോം കൺട്രോളിലെ കമാൻഡ് ബട്ടൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ മാക്രോ യൂസ് ചെയ്തിട്ട് എങ്ങനെ നെക്സ്റ്റ് പേജിലേക്ക് പോകാമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നിലവിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ആക്റ്റീവ് എക്സ് കൺട്രോളിലെ കമാൻഡ് ബട്ടൺ ആണ്. അവിടെ ക്ലിക്ക് ചെയ്യുക, കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ പ്ലസ് സൈൻ വരും. അപ്പോൾ ഈ ഒരു പ്ലസ് സൈൻ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കമാൻഡ് ബട്ടൺ ഡ്രോ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് കമാൻഡ് ബട്ടൺ. അപ്പോൾ ഇതിനെ നേർക്ക് പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു കോഡിംഗ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അതായത് മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു കോഡിംഗ് സെക്ഷനിലേക്ക് നേരിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കമാൻഡ് ബട്ടൺ ഇതൊരു ആക്ടിവിറ്റിയാണ്. കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, അപ്പോൾ കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കണം നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. ഇതിലൂടെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു കോഡ് മാത്രമാണ്. ദിസ് വർക്ക് ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. അതായത് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുന്നത്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഷീറ്റ്സ് ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏത് ഷീറ്റിലേക്ക് നമുക്ക് പോകേണ്ടത്? പേജ് 2. ഇപ്പോൾ പേജ് 2 എന്നുള്ള ഷീറ്റ് രണ്ടാമത്തെ ഷീറ്റ് ഒരു പേജ് 2 എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യാം, ഡബിൾ കോട്ട്സിൽ പേജ് 2. ഓക്കെ, ഡോട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം, സോറി, ഡോട്ട് വിസിബിൾ. ഓക്കെ, വിസിബിൾ എന്ന് ടൈപ്പ് ചെയ്യാം. അതായത് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഏത് പേജിലേക്ക് കൊണ്ട് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, ഈക്വൽ ടു എന്ത് സംഭവിക്കണം? ട്രൂ. അതായത് വിസിബിലിറ്റി ട്രൂ എന്നുള്ള രീതിയിലാക്കണം. അതിനുശേഷം ദിസ് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്യാം, വർക്ക് ബുക്ക് ഷീറ്റ്സ് ബ്രാക്കറ്റ് ഓപ്പൺ, അതുപോലെ തന്നെ പേജ് 2 ഡോട്ട് സെലക്ട്. അതായത് പേജ് 2 സെലക്ട് ചെയ്യണം നടക്കും. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അതായത് വിസിബിലിറ്റി ട്രൂ ആക്കുന്നു. അതിനുശേഷം ഈ ഒരു പേജിലേക്ക് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ ജസ്റ്റ് സേവ് കൊടുക്കുന്നു, ഇത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ നിലവിൽ ഡിസൈൻ മോഡിലുള്ള ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ അപ്പോൾ ഡിസൈൻ മോഡ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഡിസൈൻ മോഡ് മാറ്റുന്നു. അതിനുശേഷം അപ്പോൾ ഈ ഒരു ബട്ടൺ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് 2ലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒരു കമാൻഡ് ബട്ടൺ കോമൺലി യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ്. സാധാരണ നമ്മളൊരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്ന പോലെ അല്ല ഇത്. കമാൻഡ് ബട്ടണിൽ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഓട്ടോമാറ്റിക്കലി ഗോ ടു മെയിൻ മെനു എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെയിൻ മെനു തന്നെ സ്റ്റാർട്ടാണ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പേജ് 2 പോകുന്നു. എന്നിട്ട് പേജ് 2 വെച്ച് ജസ്റ്റ് ഒന്ന് ഈ ഒരു എക്സൽ ഫയൽ സേവ് ചെയ്യുന്നു. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്നാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കും ആ ഒരു പേജ് 2 വെച്ചിട്ട് ഓപ്പൺ ആവും. ഓക്കെ, ഈ ഒരു രീതിയിൽ ഓപ്പൺ ആവും. ഓക്കെ, പക്ഷേ നേരെ കുറച്ച് എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്. ഇതിന് പകരമായിട്ട് എനിക്ക് മെയിൻ മെനു ഞാൻ ഇവിടെ വെച്ച് സേവ് ചെയ്താലും ഇവിടെ വെച്ചിട്ട് ഫയൽ സേവ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി എനിക്ക് മെയിൻ മെനുവിൽ പോയി നിൽക്കണം. നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെയിൻ മെനു തന്നെ പോയിട്ട് വരണം. ഓക്കെ, അതായത് ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞാൽ മെയിൻലി നമ്മളിപ്പോൾ യൂസർ ഫോമിൽ ഡെവലപ്പ് ചെയ്ത് വേറെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ വേറെ ഒരാൾക്ക് ടൈപ്പ് ചെയ്യാനും കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ പോയി സേവ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ അത് മെയിൻ മെനു തന്നെ വരണം. ഓക്കെ, ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കോമൺലി ഇങ്ങനെ ചെയ്യുന്നത്. അല്ല നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ലാസ്റ്റ് സേവ് ചെയ്യുന്ന ലൊക്കേഷന് പകരം
മെയിൻ മെനുവിലേക്ക് വരുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ഓരോ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നു. കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ഫോംസ് എല്ലാം കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ഡെവലപ്പ് ചെയ്യും ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡെവലപ്പർ ടാബിലേക്ക് പോകുന്നു വീണ്ടും. ഓക്കെ, അതിനുശേഷം വിഷ്വൽ ബേസിക് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച കമാൻഡ് ബട്ടൻ്റെ കോഡ് അവിടെ കാണുന്നുണ്ട്, അത് മെയിൻ മെനുവിൽ. ഓക്കെ, ഇനി ഇവിടെ ദിസ് വർക്ക് ബുക്ക് എന്ന സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയി ക്ലിക്ക് ചെയ്യാം. അത് ഈ വർക്ക് ബുക്കിൻ്റെ കാര്യമാണ്. നേരത്തെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു കമാൻഡ് ബട്ടൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ വേണ്ടതെന്ന് ഈ ഒരു വർക്ക് ബുക്കിൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നു. വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഇവിടെ ജനറൽ മാറ്റിയിട്ട് ജസ്റ്റ് ഈ വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, വർക്ക് ബുക്ക് അതായത് ഇവിടെ നേരെ ഡിഫോൾട്ട് കണ്ടോ ഓപ്പൺ ആകുന്നത് പ്രൈവറ്റ് സബ് വർക്ക് ബുക്ക് _ ഓപ്പൺ. അതായത് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം. അപ്പം വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ നമുക്ക് മെയിൻ മെനു ആക്റ്റീവ് ആക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കോഡ്. അപ്പോൾ ഈ ഒരു കോഡ് ഇതേ രീതിയിൽ നമ്മളങ്ങ് ടൈപ്പ് ചെയ്ത് പോകും. വർക്ക് ഷീറ്റ്സ് ബ്രാക്കറ്റിൽ മെനു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ~ ആക്ടിവേറ്റ്. ഓക്കെ, ആക്ടിവേറ്റ് ടൈപ്പ്. ഇത്ര കാര്യങ്ങൾ ഇത്ര ചെറിയ കോഡാണ്. ഓക്കെ, ജസ്റ്റ് മെയിൻ മെനുവിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു, എന്നിട്ട് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ പോകുന്നു, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. ഓക്കെ, സാധാരണ ഇതിൽ നമ്മൾ ഇവിടെ വെച്ച് സേവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നതല്ല. ഈ പേജ് 2 അതായത് പേജ് 2 നല്ല ഓപ്പൺ ചെയ്യുക. പേജ് 2 നല്ല ഓപ്പൺ ചെയ്യും. നേരത്തെ ചെയ്ത പോലെ തന്നെ പേജ് 2 ഓപ്പൺ ചെയ്യും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ കോഡ് അടിച്ചിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് റീ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, റീ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെയിൻ മെനു ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്, ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇവിടെ ഓട്ടോ സേവ് എക്സൽ ഫയൽ എന്ന് പറയുന്നത് യൂസിങ് VBA കോഡ്. അതായത് ഫയൽ ഓട്ടോമാറ്റിക്കലി സേവ് ആണ്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ അത് ഓട്ടോ സേവ് ആവില്ല. നേരെ അങ്ങോട്ട് ഡു യു വാണ്ട് ടു സേവ് എന്നില്ല ചോദിക്കും, ആ രീതിയിലേ പോകും. ഓക്കെ, പക്ഷേ എനിക്കിപ്പോൾ ഓട്ടോ സേവ് ആണ്. ഓരോ പ്രാവശ്യം നമ്മൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ അതിൽ ഓട്ടോ സേവ് ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കോഡ് ഉണ്ട് ഓട്ടോ സേവ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഇവിടെ ഇപ്പം ഓക്കെ, ആ ഒരു രീതി ജസ്റ്റ് ടൈപ്പ് ചെയ്തെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ കുറച്ച് പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്ലോസ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കും. ക്ലോസ് ചെയ്താൽ ഡു യു വോണ്ട് ടു സേവ് യുവർ ചേഞ്ചസ് നോക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മെസ്സേജ് വരേണ്ട ആവശ്യമില്ല, അത് ഓട്ടോ സേവ് ആണ് എനിക്ക്. ഓക്കെ, അപ്പോൾ ഒരു VBA കോഡ് ഉപയോഗിച്ചിട്ട് അത് ഓട്ടോ സേവ് ആണ്. ഞാനിവിടെ ജസ്റ്റ് ക്യാൻസൽ അടിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു പേരും കൂടെ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ. ഓക്കെ, എനിക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ഓട്ടോ സേവ് ആണ്. അവിടത്തേക്ക് ഓട്ടോ സേവ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഡെവലപ്പർ ടാബിലേക്ക് പോകുന്നു. അതിനുശേഷം വിഷ്വൽ ബേസിക് എന്നുള്ള എഡിറ്റർ ക്ലിക്ക് ചെയ്യുന്നു. വിഷ്വൽ ബേസിക് എഡിറ്ററാണ് ആക്ച്വലി. അവിടത്തേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ചെയ്ത് വെച്ചിട്ട് കോഡെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസ്, അതായത് വർക്ക് ബുക്ക് ബിഫോർ ക്ലോസിങ്, അത് എന്നാ സംഭവിക്കേണ്ടത്, നമ്മൾ വർക്ക് ബുക്ക് ക്ലോസ് ആക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇത് സേവ് ആണ് ഓട്ടോമാറ്റിക്കലി. അങ്ങനത്തെ ഒരു കമാൻഡ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് കൊടുക്കും വർക്ക് ബുക്ക്. അപ്പോൾ വർക്ക് ബുക്കിൻ്റെ ഓപ്ഷനിലേക്ക് തന്നെ പോകുന്നുണ്ട്. വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, അതാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് അല്ലേ. അപ്പം ഈ ഒരു സൈഡിൽ പോയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു സൈഡിൽ പോയാലും നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ബിഫോർ ക്ലോസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിഫോർ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ, അവിടെ പോയി ക്ലിക്ക് ചെയ്യാം. അതായത് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എന്ത് സംഭവിക്കണം, വർക്ക് ബുക്ക്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള കമാൻഡ് വരും. അപ്പോൾ പ്രൈവറ്റ് സബ് വർക്ക് ബുക്ക് ബിഫോർ ക്ലോസ്. ബിഫോർ ക്ലോസ് ചെയ്യുമ്പോൾ ബിഫോർ ക്ലോസിന് മുന്നേ എന്ത് സംഭവിക്കണം, ഇത് ഈ ഒരു വർക്ക് ബുക്ക് സേവ് ആണ്. നമ്മൾ പറയേണ്ട സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി സേവ് ആണ്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് കൊടുക്കും, സിമ്പിൾ ആയിട്ടുള്ള കമാൻഡ്. ദിസ് വർക്ക് ബുക്ക് .save. അത് വേറെ എഡിഷനിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ കുറേ മോഡ്യൂളും കാര്യങ്ങളും ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് ദിസ് വർക്ക് ബുക്ക് .save. അപ്പോൾ ഈ ഒരു കോഡ് അടിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിനിപ്പോൾ സേവ് കൊടുത്തിട്ട് ഇവിടെ സേവ് കൊടുത്തിട്ട് ഇത് ക്ലോസ് ആക്കുന്നു. ഓക്കെ, തൽക്കാലത്ത് നിലപ്പ് ഒന്ന് ജസ്റ്റ് സേവ് ചെയ്യുന്നു, ഇത് ക്ലോസ് ആക്കുന്നു. നമുക്ക് ഇനിയും ഒന്നും കൂടി റീ ഓപ്പൺ ചെയ്യാം. ഓക്കെ, തൽക്കാലത്തേക്ക് ഇപ്പോൾ സേവ് ചെയ്യുന്നത് ഒന്നും കൂടെ കാണിച്ചു. ഓക്കെ, ഇനി വീണ്ടും ആ ഒരു ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് മെയിൻ മെനുവിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി കണ്ടൻസ് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഒന്ന് സേവ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. കമാൻഡ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പം ഇവിടെ ജസ്റ്റ് 2-3 പേരും കൂടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും പേര് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, വേറൊന്നും ചെയ്യുന്നില്ല, ഇത്രയും പേര് ടൈപ്പ് ചെയ്യുന്നു. ഇതിൽ വേറൊന്നും ചെയ്യാണ്ട് നേരെ പോയിട്ട് ഞാൻ ഇവിടെ ക്ലോസ് ആക്കുന്നു. ക്ലോസ് ആയി. ഓക്കെ, ഇനി നമുക്ക് റീ ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് സംഭവിക്കുന്നു നോക്കാം. റീ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ഇപ്പം നിലവിൽ ലാസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ച കാര്യം ആടെ ഓട്ടോമാറ്റിക്കലി സേവ് ആവുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ,
ഓക്കെ, കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ച എല്ലാ പേരുകളും അവിടെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ സേവ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സേവ് ആയി. അപ്പോൾ മെയിൻ മെനു നമ്മൾ ഉദ്ദേശിച്ച 3 കാര്യങ്ങൾ നടന്നു. എന്ന് പറഞ്ഞാൽ കമാൻഡ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിൽ പോയി. പിന്നെ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെയിൻ മെനുവിലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ ഇത് ഓട്ടോ സേവ് ആകാൻ തുടങ്ങി അല്ലേ. നമ്മളിപ്പം ഇവിടെ ഓട്ടോമാറ്റിക്കലി ഈ സംഭവങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആകുന്നുണ്ട്. ഏതൊരു കാര്യം ചെയ്യാനും ഓട്ടോമാറ്റിക്കലി സേവ് ആകുന്നു. വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ മെനുവിലേക്ക് വരുന്നു, ഓട്ടോ സേവ് ആകുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ ഇനീഷ്യലി സേവ് ചെയ്യുമ്പോൾ നമ്മൾ മാക്രോ എനാബിൾഡ് ആയിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുക്കുന്നു, ബ്രൗസ് പോകുന്നു. എന്നിട്ട് ഇവിടെ സേവ് ആസ് ടൈപ്പ് നിർബന്ധമായിട്ടും അത് എക്സൽ മാക്രോ എനാബിൾഡ് വർക്ക് ബുക്കിനെ കൊടുക്കുക. അല്ലാണ്ട് ബൈ ഡീഫോൾട്ട് ചിലപ്പോൾ അത് എക്സൽ വർക്ക് ബുക്ക് വരണ്ടായിരുന്നു. പക്ഷേ നമ്മളോട് കൊടുക്കുമ്പോൾ എക്സൽ മാക്രോ എനാബിൾഡ് തന്നെ കൊടുക്കുക. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബൈ ഡീഫോൾട്ട് സാധാരണ എക്സൽ ഫയൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ VBAയിൽ ചെയ്ത് വെച്ച കോഡുകളെല്ലാം അങ്ങനെ ഓട്ടോമാറ്റിക്കലി കാണാണ്ടാവും, ഇല്ലാണ്ട് ഞങ്ങൾ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അത് മാക്രോ എനാബിൾഡ് ആയിട്ട് കൊടുക്കും. അതിനുശേഷം നിങ്ങൾ കോഡും കാര്യങ്ങളും ഓട്ടോ സേവിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുത്തു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫയലിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോന്റെ അണ്ടറിലുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ കോഡും കാര്യങ്ങളും കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.